നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ഈ പൊട്ടൽ സി എസ് കെക്ക് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. പക്ഷേ പുറത്തായോ സി എസ് കെ? IPL പ്ലേ ഓഫിലെത്താതെ പുറത്തായോ? നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് ഇത് വലിയ ഡാമേജ് നെറ്റ് റൺ റേറ്റിൽ അടക്കം ഉണ്ടാക്കുന്ന ഒരു തോൽവിയാണ്. 20 പന്തുകൾ ശേഷിക്കെയാണ് വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ LSG വിജയലക്ഷ്യം മറികടന്നു പോയത്. പൂർണ്ണൊക്കെ അടിച്ച അടി, അവസാനം 6 പെരുമഴയിൽ കളിയങ്ങ് തീർത്തപ്പോൾ അൻഷുൽ കമ്പോജിന് കിട്ടിയ കിട്ടൽ 2.4 ഓവറിൽ 63 റൺസ്, 23.63 എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇക്കണോമി വന്നത്. ഇത് IPL തന്നെ ഏറ്റവും മോശം ഇക്കണോമിയാണ് എന്ന കാര്യം കൂടി അറിയുക. നാണക്കേടിൻ്റെ ഒരു റെക്കോർഡ് അൻഷുൽ കമ്പോജിന്. സീസണിലുടനീളം മികച്ച പ്രകടനം നടത്തിയിട്ട് അവസാനം കിട്ടിയ കിട്ടലാണത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മൾ കൃത്യമായിട്ട് പോയിൻ്റ് പട്ടിക പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. CSK 12 കളി 12 പോയിൻ്റ്, 6ാം സ്ഥാനത്ത്. ജയിച്ചിരുന്നെങ്കിൽ 4ാം സ്ഥാനത്ത് എത്തേണ്ട ടീമാണ്, ഇപ്പോൾ 6ാം സ്ഥാനത്ത്. CSKയുടെ ഈ വീഴ്ച തീർച്ചയായിട്ടും PBKSനും RRനും വലിയ രൂപത്തിൽ ഗുണകരമായി മാറിയിട്ടുണ്ട്. RRന് 3 മത്സരങ്ങളാണ് ബാക്കിയുള്ളത് എന്ന കാര്യം ഓർക്കുക. അപ്പം അത് അവർക്ക് മാക്സിമം 18 പോയിന്റിലേക്ക് എത്താനുള്ള സ്ഥിതി ഉണ്ടാക്കും. CSKക്ക് 12 കളി 12 പോയിൻ്റാണ്. മാക്സിമം ഇനി 16 പോയിന്റിലേക്ക് 2 കളി ജയിച്ചാലും എത്താൻ പറ്റുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. PBKSന് 2 കളി ബാക്കിയുണ്ട്, 13 പോയിൻ്റ് ഉണ്ട്. മാക്സിമം അവർക്ക് 17 പോയിന്റിലെത്താൻ പറ്റും. ഇപ്പോൾ ഈ ഒരു IPL പ്ലേ ഓഫ് സ്പോട്ട് എന്നുള്ളത്, 4ാമത്തെ സ്പോട്ട് എന്നുള്ളത് PBKS RR തമ്മിലാണ് പോരാട്ടം എന്ന തോന്നലാണ്. പക്ഷെ എന്തും സംഭവിക്കാം. സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് ഫോർ CSK എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളതൊരു പൂർണ്ണമായും ഒരു ഡെപ്തിലെടുത്ത് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോ ടീമിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന പോലെ CSKക്ക് ഇനിയുള്ള 2 കളികളും ജയിക്കുക എന്നുള്ള ഒരു മസ്റ്റ് വിൻ സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ അതുകൊണ്ട് മാത്രം ടോപ്പ് 4 എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അപ്പോൾ CSKയുടെ ക്വാളിഫിക്കേഷൻ സെനാരിയോ എന്ന് പറഞ്ഞാൽ CSKക്ക് അടുത്ത 2 മത്സരങ്ങളും വിജയിച്ചാൽ 16 പോയിന്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആ വിക്ടറി കൊണ്ട് മാത്രം അവർക്ക് അവർക്ക് പ്ലേ ഓഫ് എത്താൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് ഓൺ അതർ ടീംസ് ഓൾസോ. അതാണ് പ്രശ്നം. മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി അവരെ ബാധിക്കുന്നതാണ്. രാജസ്ഥാൻ റോയൽസ് കറൻ്റ്ലി 11 കളി 12 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ്. അവരാണ് CSKക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഹഡിൽ. രാജസ്ഥാൻ ഇനിയുള്ള 3 മത്സരങ്ങൾ അവരൊന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും, മറ്റൊന്ന് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയും, മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസിനെതിരെയും കളിക്കും. അപ്പോൾ രാജസ്ഥാൻ ആ മത്സരങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ CSKയുടെ പ്ലേ ഓഫ് ഹോപ്പുകൾ വെർച്വലി ഓഫായി തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദെൻ ആ ഒരു സിറ്റുവേഷനിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ റോയൽസ് അറ്റ്ലീസ്റ്റ് ഒരു കളിയെങ്കിലും തോൽക്കണേ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ ഇപ്പോൾ തരമുള്ളൂ. CSK അവരുടെ 2 മത്സരങ്ങൾ ജയിച്ച 16 പോയിൻ്റ്, RR അവരുടെ ഒരു കളി പരാജയപ്പെട്ട അവർക്കും 16 പോയിൻ്റ്. അവസാനം നെറ്റ് റൺ റേറ്റ് ആയിരിക്കും തീരുമാനമുണ്ടാക്കുക. കറൻ്റ്ലി CSKയുടെ നെറ്റ് റൺ റേറ്റ് +0.027 ആണ്. അത് ഈ ഒരു പ്ലേ ഓഫ് റേസിലുള്ള ടീമുകളിൽ വീക്കസ്റ്റ് ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് ആണെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ CSK വിജയിക്കുന്നതോടൊപ്പം തന്നെ വമ്പൻ മാർജിനുള്ള വിജയങ്ങൾ കൂടി ആവശ്യം വേണം. അപ്പോൾ 14 പോയിൻ്റ് കൊണ്ട് CSKക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. 14 പോയിൻ്റ് മതിയോ? ഇനി ഒരു കളി കൂടി ജയിച്ചാൽ മതിയോ? അപ്പോൾ അവിടെ പഞ്ചാബ് കിങ്സ് ഒരു മേജർ ഹഡിലായിട്ട് എന്തായാലും വരുന്നുണ്ട്. പഞ്ചാബ് അവരുടെ ഫൈനൽ 2 മാച്ചസ് RCBക്കെതിരെയും LSGക്കെതിരെയുമാണ് കളിക്കുന്നത്. RCB ഗുജറാത്ത് ടീമുകൾ ഓൾറെഡി 16 പോയിൻ്റോടെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ പ്ലേ ഓഫ് ഓൾമോസ്റ്റ് സർട്ടൻ ആണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് ഈ കളിക്കുന്ന മത്സരങ്ങളിൽ ഒന്നെങ്കിലും പരാജയപ്പെടുക എന്നുള്ളതാണ് CSKക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ CSKക്ക് ഈവൻ 14 പോയിന്റിലെത്താൻ പറ്റും. പക്ഷേ മത്സരങ്ങളെല്ലാം PBKSും അതുപോലെ തന്നെ RRും തോൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. 14 പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ പറയുന്ന പോലെ നെറ്റ് റൺ റേറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും എന്നർത്ഥം. ചുരുക്കത്തിൽ കാര്യങ്ങൾ എളുപ്പമല്ല. CSKക്ക് അവരുടെ അടുത്ത 2 മത്സരങ്ങൾ അത് രണ്ടും വിജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റ് ടീമുകളുടെ റിസൾട്ട് CSKക്ക് അനുകൂലമായിട്ട് ഭവിക്കുകയുമാണ്. ഇനി അടുത്ത 2 മത്സരങ്ങൾ എളുപ്പമാണോ? ഒട്ടുമല്ലെന്നേ.
ഒന്ന് SRHനെതിരെയാണ്, മറ്റൊന്ന് GTക്കെതിരെ. GT ഒക്കെ ആണെങ്കിൽ എജാതി ഫോമിലാണ് എന്നുള്ളതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും വല്ലാത്ത രൂപത്തിൽ ചിന്തിക്കാതെ എത്ര ശതമാനം സാധ്യതയുണ്ട് നോക്കാം. ഇപ്പോൾ സ്റ്റാർ സ്പോർട്സ് തന്നെ ഈ സാധ്യത പ്രോബബിലിറ്റി കണക്കാക്കി പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ CSKക്ക് ഈ LSGക്കെതിരെയുള്ള കളി തോൽക്കുന്നതിന് മുമ്പ് 47% പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരുന്നെങ്കിൽ ഈ കളി തോറ്റതോടുകൂടി 28.4% പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വല്ലാതെ താഴേക്ക് പോയിട്ടുണ്ട് CSKയുടെ പ്ലേ ഓഫ് സാധ്യത എന്നർത്ഥം. അപ്പോൾ എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് പ്രോബിലിറ്റി നോക്കിയാൽ GTക്ക് 98% പ്ലേ ഓഫ് പ്രോബിലിറ്റി, RCBക്ക് 96.1%, അവർ രണ്ടാമത്, SRHന് 70.3%, അവർ മൂന്നാമത്, PBKSന് 48.8%, അവർ നാലാമതാണ്, RRന് 51.6%, അവരാണ് മൂന്നാമതുള്ളത്. CSK വല്ലാതെ ഡ്രോപ്പായി പോയി, 28.4% കുറഞ്ഞു. DCക്ക് 3.1%, KKRന് 3.6% ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ CSK പുറത്തായിട്ടില്ല, ഇനി പക്ഷേ ടഫാണ്, അത് അംഗീകരിച്ച് പറ്റൂ. LSGയോട് കിട്ടിയ ഈ പണി ഒരു മുട്ടൻ പണിയാണ്. വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.